എൻ്റെ ബലഹീനതയെ പിതൃതുല്യം ബഹുമാനിക്കുകയും സഹോദരതുല്യം സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരി അരീക്കൽ എത്രയും ഒന്നിനായിരിക്കുന്ന വർഗീസ് കോർപ്പിസ്കോപ്പാച്ചൻ, ഇടവകയുടെ സഹവികാരി, നമുക്കെത്രയും സ്നേഹിക്കപ്പെട്ടു ബഹുമാനിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട എൽദോസ് അച്ഛൻ, പരിശുദ്ധ പള്ളിയുടെ കൈക്കാരന്മാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടങ്ങുന്ന ഭരണസമിതി അംഗങ്ങൾ, ഭക്തസംഘടനകളുടെ പ്രവർത്തകർ, കുടുംബ യൂണിറ്റിൻ്റെ അനുഗ്രഹീത പ്രവർത്തകർ, ഇന്നേ ദിവസത്തെ ആരാധന അനുഭവയോഗ്യമാക്കി തീർക്കുവാൻ ദൂരെ നിന്നും ചാരയിൽ നിന്നും കർത്താവിൻ്റെ തിരുനിവാസം തൊഴുകുന്ന ഈ പുണ്യപ്പെട്ട സ്ഥാനത്ത് സമാഗതരായിരിക്കുന്ന നമ്മുടെ ആത്മീയ വാത്സല്യഭാജനങ്ങളായിരിക്കുന്ന ദൈവമക്കളെ, 1.5 നൂറ്റാണ്ടോളമായി ദൈവികമായിരിക്കുന്ന സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ ഇടവക തലമുറയായി ആ സത്യം പേറിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കർത്താവ് ഒരിക്കലായി പരമേൽപ്പിച്ച സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തലമുറകൾക്ക് അതിനെ ജ്ഞാപകമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഈ പുണ്യപ്പെട്ട ഇടവക സമർപ്പിക്കുന്ന സമർപ്പണത്തെ ഒത്തിരി സന്തോഷത്തോടും മാത്രമല്ല നിങ്ങളെല്ലാവരെയും ദൈവത്തിന് മുമ്പാകെ ഒത്തിരി നന്ദിയോടുകൂടി ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലായി പരമേൽപ്പിച്ച ആ സത്യം തലമുറകളായി നിലനിൽക്കുവാൻ തക്കവണ്ണം അനുയോജ്യമായിരിക്കുന്ന രീതിയിൽ പുണ്യപ്പെട്ട ആലയം ഈ തലമുറയിൽ നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ക്രമീകരിച്ചു. സ്വന്തം ഭവനത്തെക്കാൾ ഉപരിയായി ദൈവഭവനത്തെ നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ നിദാനമാണ് ഈ പരിശുദ്ധ ആലയം. ഈ പുണ്യപ്പെട്ട ആലയത്തിൻ്റെ ശിലാസ്ഥാപനത്തിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഓർമ്മ സ്തോത്രത്തോടുകൂടി ഇന്ന് ഈ ഇടവക കൊണ്ടാടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവാലയത്തിൽ നിന്ന് സംജാതമാകേണ്ടത് എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടദാമായിരിക്കുന്ന യേശുമിശിഹ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിലും കൂടെ അവിടുന്ന് നമുക്ക് വിവേചിച്ച് തരുന്നുണ്ട്. ഒന്നാമത്തെ സംഗതി, കർത്താവ് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ശ്ലീഹന്മാരോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ അവർ കുറഞ്ഞതായിരിക്കുന്ന അഭിപ്രായം ഒന്നും രേഖപ്പെടുത്തിയില്ല. ഒത്തിരി ശ്രേഷ്ഠതയേറിയിരിക്കുന്ന അഭിപ്രായങ്ങളാണ്. അങ്ങ് ശമൂയേലിനെ പോലെയുള്ള പ്രവാചകനാണ്, യെരമ്യായെ പോലെയുള്ള പ്രവാചകനാണ്, ഏലിയായെ പോലെയുള്ള ആ പ്രവാചകനാണ് എന്നിങ്ങനെയൊക്കെയാണ് ജനങ്ങൾ അങ്ങയെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? കർത്താവ് ചോദിച്ചു. കർത്താവ് അതിന് ഭഗവാനായ പത്രോസ് അപ്പോസ്തലൻ മറുപടി പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശീഹയാകുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം പറഞ്ഞവരാരും മോശമായ അഭിപ്രായങ്ങളല്ല പറഞ്ഞത്. എന്നാൽ രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാവണം എന്നുള്ളതിന് 2+2 എത്രയാണ്? 2+2 എത്രയാണ്? 4. കൊച്ചു കറക്റ്റാണ് പറഞ്ഞു. 3:45 എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഹലോ മോനെ, കുഞ്ഞുങ്ങളെ ഒന്നിനും കാണാനില്ല ഇവിടെ ഞായറാഴ്ചയായിട്ട്. 3:45 എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല പ്രിയപ്പെട്ടവർ, 3:30 എന്നും പറഞ്ഞാലും 3:45 എന്നും പറഞ്ഞാൽ ശരിയാവില്ല. 3.9 എന്ന് പറഞ്ഞാലും ശരിയാവില്ല. ശരിയാവണമെന്നുമെങ്കിൽ ഉത്തരം 4 തന്നെയായിരിക്കും. അതാണ് ഭാഗ്യവാനായ പത്രോസ് അപ്പോസ്തലന് ലഭിച്ചതായിരിക്കുന്ന കൃപ. ബരിയോനാ ശിമോനെ, ഇതിന് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രയെ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തിൻ്റെ നിലയ്ക്കാത്ത നിർജ്ജരി അവനിലേക്ക് ഒഴുകുകയാണ്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ നിർജ്ജരി പത്രോസ് അപ്പോസ്തലനിലേക്ക് ഒഴുകുകയാണ്. ഇതാ വീണ്ടും യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവ് പത്രോസ് അപ്പോസ്തലനെ വിളിച്ച് വേർതിരിച്ച് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പീറ്റർ, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു.
നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. വീണ്ടും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എൻ്റെ മുട്ടാടുകളെ മേയ്ക്കുക. വീണ്ടും കർത്താവ് ചോദിച്ചപ്പോൾ അപ്പോസ്തലൻ്റെ അടിസ്ഥാനം ഇളകിപ്പോയി. കാരണം സർവ്വതും ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ്. യഹോവേ, എൻ്റെ രക്ഷകനായ നാഥ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. സകലവും അറിയുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സമർപ്പണം. വീണ്ടും നീ എൻ്റെ മുട്ടാടുകൾ, കുഞ്ഞാടുകളുടെയും പെണ്ണാടുകളുടെയും മുട്ടാടുകളുടെയും ആ ശുശ്രൂഷ പത്രോസ് അപ്പോസ്തലനെ ഭരമേൽപ്പിക്കുമ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യം ഒന്നേ ഉള്ളൂ. പത്രോസെ, നിനക്ക് എന്ത് സമ്പാദ്യം ഉണ്ടെന്ന് ചോദിച്ചില്ല. പത്രോസെ, നീ എത്രമാത്രം ഇതാണ്, ഒന്നും ചോദിച്ചില്ല. ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് അതാണ്. ഒന്ന് നിർമ്മലമായിരിക്കുന്ന സത്യം. ഇന്ന് ഇതിൻ്റെ ശിലാസ്ഥാപന പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഉള്ളിൽ ഗ്രഹിക്കേണ്ടതും നമ്മുടെ തലമുറകൾക്കായി വിഭാവനം ചെയ്യേണ്ടതുമായിരിക്കുന്ന സത്യമാണ്. ദൈവാലയം എന്ന് പറഞ്ഞാൽ നിർമ്മലമായിരിക്കുന്ന സത്യം. അതുപോലെ തന്നെ സ്വർഗീയമായിരിക്കുന്ന സ്നേഹം, അത് നടമാടേണ്ട സ്ഥലമാണ് അത്. പലപ്പോഴും നമുക്ക് വിപരീതമായിട്ടൊക്കെ ഇവിടെയല്ല, പല സ്ഥലത്തുമൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വായിച്ച നിങ്ങളെല്ലാം വായിച്ചു കാണും, ഒരു സംഭവമായിരിക്കാം. ഒരു ബഹുമാനപ്പെട്ട വൈദികൻ വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് നല്ല നെടുനടങ്ക ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞേച്ച് ഇങ്ങനെ നിന്നു. എല്ലാവരും ഒക്കെ ഇങ്ങനെ പിരിഞ്ഞു പോയി. ഒരു പെൺകൊച്ചു മാത്രം അവിടെ നിന്നു. ആ യുവതി അച്ഛൻ്റെ അടുക്കൽ വന്നേച്ച് പറഞ്ഞു, അച്ഛാ, അടുത്ത ആഴ്ച തൊട്ട് ഞാൻ പള്ളിയിൽ വരത്തില്ല കേട്ടോ. അച്ഛൻ അന്താളിച്ചു പോയി. എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയേ? വാട്ട് ഹാപ്പൻ ടു യു ചോദിക്കുകയാണ്. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, എൻ്റെ അച്ഛ, ഇവിടെ വന്നാൽ ചിലർ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, ചിലർ ഉറക്കം തൂങ്ങുന്നു, ചിലർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛ. അതുകൊണ്ട് ഞാൻ ഇനിമേല പള്ളിയിൽ വരുന്നില്ല. ഓഹോ. അച്ഛൻ പറഞ്ഞു, മോളെ നീ അവിടെ നിൽക്ക്. അച്ഛൻ ആ പള്ളിയുടെ ചുറ്റും ഒന്ന് പോയി നടന്നേച്ചു വന്നു. നിങ്ങൾ വിചാരിക്കും വല്ല കൂടോത്രോ ഇല്ലേ ആയിരിക്കും. പള്ളിക്ക് ചുറ്റും ഒന്ന് പോയി അച്ഛൻ നടന്നേച്ചു. അപ്പോൾ അച്ഛൻ നടന്നപ്പോൾ അവിടെ സൺഡേ സ്കൂളിലുള്ള കുറേ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കളിക്കുക. അവിടെ ഗാർഡൻ നന്നാക്കുന്ന കുറേ പേരുണ്ട്. അവർ അതൊക്കെ പണിതുകൊണ്ടിരിക്കുക. ഇപ്പുറത്ത് വേറെ ചില പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം കണ്ടേച്ച് അച്ഛൻ പള്ളിയകത്തേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഈ മകളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും താഴെ വീഴാതെ നീ പള്ളിക്ക് ചുറ്റും ഒന്ന് നടന്നേച്ചു വന്നേന്ന് പറഞ്ഞു. അവൾ വേഗം തന്നെ, സിമ്പിളാണല്ലോ, ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ. അത് വളരെ സൂക്ഷിച്ച് അതിലേക്ക് നോക്കി തന്നെ ഇങ്ങനെ ആ പള്ളിയുടെ ചുറ്റും ഇങ്ങനെ നടന്നേച്ച് അവൾ വളരെ വിജയശ്രീലാളിതയായിട്ട് വന്നേച്ച് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു തുള്ളി വെള്ളം പോലും പോകാതെ പള്ളിക്ക് ചുറ്റും ഗ്ലാസ് കൊണ്ട് നടന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോളെ, അവിടെ കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നല്ലോ, നീ അത് കണ്ടില്ലേ? ഇല്ലച്ചോ, ഞാൻ എങ്ങും നോക്കിയില്ല. പിന്നെയും ചോദിച്ചു, അവിടെ കുറച്ച് പേർ ഗാർഡനിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു, നീ അവരെ കണ്ടില്ലേ? ഇല്ലച്ചോ, ഞാൻ ആരെയും നോക്കിയില്ല. കാരണം ഞാൻ ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകാതെ ഈ ഗ്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് വരികയായിരുന്നു. അച്ഛൻ വലിയൊരു സന്ദേശമാണ് ആ മകൾക്ക് കൊടുത്തത്. മോളെ, പലരും കാണാം, വിവിധ തരങ്ങളായിട്ടുള്ള ആളുകൾ ദൈവാലയത്തിൽ വരും. പക്ഷേങ്കിൽ ഒരു സംഗതി നീ ഓർത്തോ, യു ലുക്ക് അറ്റ് ജീസസ്. എബ്രായ ലേഖനകർത്താവ് അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കൽപ്പിച്ച് അവർക്ക് എഴുതിയതുപോലെ നീ കർത്താവിനെ ശ്രദ്ധിക്കുക, കർത്താവിനെ നോക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി
അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇതാണ്. നമ്മ എവിടെയായിക്കൊള്ളട്ടെ. ഞാൻ മുമ്പ് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയൊന്നുമല്ല, നടന്ന സംഭവം. അതായത് ഒരു സൺഡേ സ്കൂളിൽ വെച്ച് ഈ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ഹെഡ് മാസ്റ്ററോട് ചോദ്യം ചോദിച്ചു, നിന്റെ കർത്താവ് എപ്പോൾ വരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പിള്ളേർ പലതരത്തിലുള്ള ഉത്തരങ്ങൾ എഴുതി. ഞാൻ കുർബാനയെ സംബന്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, കസായം വിലാസം എടുത്തുകൊണ്ട് വരുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്നും മോശമായ ഉത്തരവാദിത്തമില്ല. എല്ലാം നല്ല ഉത്തരങ്ങളാണ് എഴുതിയത്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചൻ പറഞ്ഞു, ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് വരണം. പ്രിയപ്പെട്ടവരെ, ആ ഹെഡ് മാസ്റ്റർ വിചാരിച്ചു, ഇവൻ ഇത്ര താന്തോന്നിയായോ? ഇത്രയും നാളും ഇവനെ പഠിപ്പിച്ചിട്ട് അവൻ ഇത്ര താന്തോന്നിയായിട്ട് ഉത്തരം പറയുകയാണോ? ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ്. അപ്പം അവനെ സാറ് വിളിച്ചു ചോദിച്ചു, മോനെ നീ എന്താ ഇങ്ങനെ നിഷേധാത്മകമായിരിക്കുന്ന ഒരു ഉത്തരം പറഞ്ഞത്? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ടവരെ, സാറേ, ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിൽ നകന്നിരിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തുതി പാടാം. ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിൽ നകന്നിരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവിൻ്റെ ദാനമാണ്. നാം അനുഭവിച്ച് കടന്നു പോകുന്ന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ്. അത് സ്മരിച്ചിട്ട് ഓരോ നിമിഷവും സ്തോത്രത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നിലകൊള്ളുവാനുള്ള വലിയ നിർദ്ദേശം ഈ അനുഗ്രഹീത ദിവസത്തെ കൂടിവരവ് മുഖാന്തരമായിട്ട് നമുക്ക് സംസിദ്ധമാകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി ഈ അനുഗ്രഹീത ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ. ഒന്നിനായിരിക്കുന്ന എപ്പിസ്കോപ്പാച്ചൻ, അതുപോലെ തന്നെ ഇതിൻ്റെ കൈകാരന്മാരായിരിക്കുന്ന ആളുകൾ, മറ്റുള്ള പ്രിയപ്പെട്ട ജിജി, ഷവലിയാർ ജിജി, അവരൊക്കെ ഒത്തിരി അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും എൻ്റെ ബലഹീനതയെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഗ്രഹീത ഭവനമാണ്. പോളിനെയൊന്നും മധുവാലുള്ള പോളിനെയൊന്നും വിസ്മരിക്കുന്നില്ല. എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർത്തിട്ട് നിങ്ങളെല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിച്ച് ഇപ്പോൾ വിനയപൂർവ്വം വാക്കുകളെ ഉപസംഹരിക്കട്ടെ. സർവശക്തനായ ദൈവം അദൃശ്യമായിരിക്കുന്ന വലത്തുതീർക്കൽ നീട്ടി നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ ദിനത്തിൽ ഒത്തിരി ഓഹരികൾ എടുത്ത് വിശുദ്ധ കുർബാനകൾ ചൊല്ലിച്ച് മധ്യസ്ഥ പ്രാർത്ഥനകൾ അർപ്പിച്ച് അതുപോലെ തന്നെ മരിച്ചവരെ അനുസ്മരിച്ച് എത്ര രീതിയിലാണ് നിങ്ങൾ ഈ അനുഗ്രഹീത ദിനത്തെ കൊണ്ടാടുന്നത്. എല്ലാം കർത്താവ് അനുഗ്രഹിച്ച്, എല്ലാം നിങ്ങളുടെ സമർപ്പണങ്ങളെ കർത്താവ് സ്വീകരിച്ച്, ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാവിധമായിരിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെവരെയും കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.